ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമൊക്കെയാണോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങളോട് ആർക്കെങ്കിലും പ്രണയമുണ്ടെങ്കിൽ അത് അവരുടെ കണ്ണിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ പ്രണയം എങ്ങനെ കണ്ണിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും, ഇതിനുള്ളൊരു 4 ടിപ്സായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പെൺകുട്ടികളുടെ കേസ് എടുക്കാം. പെൺകുട്ടികളാണെങ്കിൽ 2 ടൈപ്പ് പെൺകുട്ടികളാണ് ഉള്ളത്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെ ഓപ്പണായിട്ട് വന്നിട്ട് പറയും, ചേട്ടാ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ എടാ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഇങ്ങനെ ഓപ്പണായിട്ട് പറയുന്നതാണ് ഫസ്റ്റ് കാറ്റഗറി. ഇനി സെക്കൻഡ് കാറ്റഗറി ആണെങ്കിലോ, അവരത് മനസ്സിൽ കൊണ്ട് നടക്കത്തേ ഉള്ളൂ. നിങ്ങളായിട്ട് മനസ്സിലാക്കി ചെന്ന് ഇഷ്ടം പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരത് തുറന്നു പറയത്തേ ഇല്ല. ഇനി ആൺകുട്ടികളാണെങ്കിലോ, ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. അവർക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ ഓടി ചെന്നിട്ട് പറയും, എടി എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഫസ്റ്റ് കാറ്റഗറി പറയും. ഇനി സെക്കൻഡ് കാറ്റഗറി ആണെങ്കിലോ, അവരും ഉള്ളിൽ ഇങ്ങനെ കൊണ്ട് നടക്കത്തേ ഉള്ളൂ. പറയാനുള്ളൊരു ടെൻഷൻ, ഒരു പേടി കൊണ്ടൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ ഞാൻ അവളെ ഇഷ്ടപ്പെട്ടിട്ട് അവൾക്ക് തിരിച്ച് എന്നോടൊരു പ്രണയം ഇല്ലെങ്കിലോ, ഈ ഒരു പേടി ഉള്ളത് കൊണ്ടാണ് മിക്ക ആൺകുട്ടികളും ഇങ്ങനെ പോയി പറയത്തില്ലാത്തത്. അപ്പോൾ നിങ്ങളോട് ആർക്കെങ്കിലും പ്രണയമുണ്ടെങ്കിൽ നമുക്കത് കണ്ണിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐ കോണ്ടാക്റ്റ് ആണ്. അതായത് കണ്ണും കണ്ണും. സാധാരണ നോക്കുന്നതിലും കൂടുതലായിട്ട് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി നിങ്ങളെ തന്നെ നോക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നിങ്ങളോട് പ്രണയമുണ്ട് എന്നതാണ്. ഇനി ഇങ്ങനെ കണ്ണിലേക്ക് തന്നെ നോക്കുന്നത് വേറെ ഒന്നിനുമല്ല, ഇത് ആഴത്തിലുള്ള ബന്ധവും അല്ലെങ്കിൽ ആകർഷണവും ഇതിനാണ് ഇങ്ങനെ ഐ കോണ്ടാക്ട് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് അവർക്ക് നിങ്ങളോട് ആഴത്തിലുള്ളൊരു ബന്ധമോ അല്ലെങ്കിൽ ഒരു ആകർഷണമോ തോന്നുമ്പോഴാണ് അവരിങ്ങനെ എപ്പോഴും നിങ്ങളുടെ കണ്ണിലേക്ക് തന്നെ നോക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും എപ്പോഴും സാധാരണ നോക്കുന്നതിലും കൂടുതലായിട്ട് നിങ്ങളുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി സംസാരിക്കുകയോ അല്ലെങ്കിൽ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് പ്രണയമുണ്ട് എന്ന്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിയാണ്. അതായത് ഇഷ്ടപ്പെട്ട വ്യക്തിയെ കാണുമ്പോൾ കൃഷ്ണമണി വിടർന്നു വരും എന്നാണ് പറയുന്നത്. അതായത് സാധാരണ നമ്മളിങ്ങനെ ഒരാളെ നോക്കുന്നതിലും കൂടുതലായിട്ട് ഇങ്ങനെ കണ്ണിന്റെ കൃഷ്ണമണി വിടർന്നു വരും. ഏകദേശം 45 ഡിഗ്രി എങ്ങാണ്ട് വികസിക്കുന്നാണ് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയെ കാണുമ്പോൾ, നിങ്ങളെ കാണുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കണ്ണൊക്കെ ഇങ്ങനെ വിടർന്നു വന്നിട്ട് അവർ സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് പ്രണയമുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾ വീഡിയോ കാണുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു കുഞ്ഞ് കമന്റ് ഇടാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണേ. ഒരു കുഞ്ഞ് ഹേർട്ടെങ്കിലും ഇട്ടാൽ മതി, ഞാൻ ഭയങ്കര ഹാപ്പിയാകും. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങളൊക്കെ ഒരു കുഞ്ഞ് കമന്റ് ഇടുമ്പോഴത്തേക്കും എനിക്കത് വലിയ മോട്ടിവേഷനാണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് എന്തെങ്കിലും ഒരു കുഞ്ഞ് കമന്റ് ഇടണേന്ന്. അപ്പോൾ കമന്റിന്റെ കാര്യം ആരും മറക്കണ്ട. നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സോഫ്റ്റ്നെസ് ആണ്. അതായത് ഇഷ്ടപ്പെട്ട വ്യക്തിയെ കാണുമ്പോൾ കണ്ണിന്റെ എക്സ്പ്രഷൻ മാറും എന്നാണ് പറയുന്നത്. കണ്ണ് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിക്കും. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിനെ കാണുമ്പോഴത്തേക്കും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കണ്ണിന്റെ എക്സ്പ്രഷൻ മാറിയിട്ട് അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അവർക്ക് തോന്നിക്കും. ഇങ്ങനെ നിങ്ങളെ കാണുമ്പോഴത്തേക്കും ആരുടെങ്കിലുമൊക്കെ കണ്ണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇങ്ങനെ സോഫ്റ്റ്നെസ് തോന്നാൻ കാരണം വേറെ ഒന്നുമല്ല, നിങ്ങളെ കാണുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് അത്രമാത്രം കംഫോർട്ടബിളും സേഫുമാണ്. ഇതിനെയാണ് ഈ ഒരു കണ്ണിന്റെ സോഫ്റ്റ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ടൊരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒന്നും അറിയില്ല നടക്കുന്ന ഫ്രണ്ട്സ്, അവർക്കൊക്കെ അതാ ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കും കൂടി ചെയ്യണേ. പിന്നെ വീഡിയോക്ക് ലൈക്കും കൂടി അടിക്കണേ. അപ്പോൾ നമ്മുടെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇതായിരുന്നു പെട്ടെന്നുള്ള ഒരു നോട്ടമാണ്. അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി എപ്പോഴും നിങ്ങളെ തന്നെ നോക്കുകയാണ് എങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് പ്രണയമുണ്ട് എന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾ അവരുടെ നേരെ നോക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ മുഖം മാറ്റുമ്പോഴോ ഒക്കെ എപ്പോഴും അവരിങ്ങനെ നിങ്ങളെ തന്നെ നോക്കും. അതായത് അവർക്ക് ഏത് സമയം നിങ്ങളെ തന്നെ കണ്ടുകൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവരെപ്പോഴും ഇങ്ങനെ നോക്കുന്നത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി ഫ്രീക്വൻ്റ് ആയിട്ട് എപ്പോഴും നിങ്ങളെ തന്നെ നോക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് പ്രണയമുണ്ട് എന്നതാണ്. അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു താല്പര്യം, നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടാവണം, നിങ്ങൾ അവരുടെ അടുത്ത് തന്നെ ഇരിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അവരെപ്പോഴും നിങ്ങളെ തന്നെ ഇങ്ങനെ നോക്കുന്നത്. അതുകൊണ്ട്
ഇപ്പം നമ്മൾ ഈ പറഞ്ഞ 4 കാര്യങ്ങളിൽ ഒരു 3 എണ്ണമെങ്കിലൊക്കെ ഓക്കെയാണ്. അതായത് എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് നിങ്ങളോട് പ്രണയമുണ്ടെന്ന് ഉറപ്പിക്കാവുള്ളൂ. അല്ലാതെ 1 2 സൈൻ ഓക്കെ ആയി എന്ന് വിചാരിച്ചിട്ട് ഒരാൾക്കും ആരോട് പ്രണയം ഉണ്ടാവണമെന്ന് ഇല്ല. അതുകൊണ്ട് ഒരു 3 സൈനൊക്കെ ഓക്കെ ആയിട്ട് മാത്രമാണ് എല്ലാവരും കൺഫേം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം ഇതിലും നല്ലൊരു അടിപൊളി ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.